ഹരിത ബുക്സിൻ്റെ 3 പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കുറച്ച് ഏറ്റവും അവസാനം പ്രകാശനം ചെയ്യാം, ചടങ്ങ് വയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് സംസാരിച്ച് തുടങ്ങാം. നമ്മുടെ പ്രിയപ്പെട്ട VN വാസവൻ സാറ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം സ്നേഹബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രൊഫസർ VN മുരളി സാർ, VS ബിന്ദു ടീച്ചർ, ഷാഫി മുഹമ്മദ് റാവുത്തർ. ഇതിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന പുസ്തകം മലമുഴക്കിയും കടൽപക്ഷിയും പറഞ്ഞ കഥ എന്ന പുസ്തകം അഡ്വക്കേറ്റ് അംബരീഷ് വാസു എഴുതിയ കവിതാ സമാഹാരമാണ്. ഓർമ്മമഴ പൊള്ളുന്ന ചില്ലകൾ എന്ന പുസ്തകം ഷിമോദ് ഇരുളം എഴുതിയ കവിതാ സമാഹാരമാണ്. ജീവിതം ഭൂമിയിൽ എഴുതുന്ന കഥകൾ എന്നത് റസാഖ് വഴിയോരം എഴുതിയ കഥകളുടെ ഒരു സമാഹാരമാണ്. വേദിയിലെ ആളുകളെ പരിചയപ്പെടുത്തുക എന്ന ഒരു ആവശ്യമുണ്ടെന്ന് തോന്നില്ല. എല്ലാവർക്കും സുപരിചിതനായ പ്രൊഫസർ VN മുരളി സാർ, ബിന്ദു ടീച്ചർ, ഷാഫി മുഹമ്മദ് റാവുത്തർ. അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. ഒരുപാട് വലിച്ചു നീട്ടി നമ്മുടെ സമയം ഇങ്ങനെ കളയുന്നില്ല. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രൊഫസർ VN മുരളി സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ അംബരീഷിൻ്റെ പുസ്തകം, അതിന് അവതാരിക എഴുതിയിട്ടുള്ള VS ബിന്ദു ഇവിടെ ഉണ്ട്. പുസ്തകത്തെക്കുറിച്ച് ബിന്ദു വിശദമായി സംസാരിക്കുന്നുള്ളതുകൊണ്ട് ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള സ്നേഹിതരെ, ഈ കവിതയെക്കുറിച്ച് ഒരു ആദ്യകാല നിർവചനം കവി അയാളുടെ ഉള്ളിൽ നടന്നേക്കാവുന്ന ഒരു അഗ്നിപർവ്വത വിസ്ഫോടനം ഒഴിവാക്കാനാണ് കവിത എഴുതുന്നതെന്നാണ്. അങ്ങനെ അയാൾ പുറത്തേക്ക് ഒഴുക്കിവിടുന്ന ലാവാപ്രവാഹമാണ് കവിത എന്ന കവിതയ്ക്കുള്ള നിരവധി നിർവചനങ്ങളിൽ ആദ്യകാല നിർവചനം അതാണ്. അപ്പോൾ അവിടെ കവി അനുഭവിക്കുന്ന ഒരു അന്തർസംഘർഷം അതൊരു അഗ്നിപർവ്വത വിസ്ഫോടനത്തിന് തുല്യമാണ്. അതവിടെ അയാൾ സ്വന്തം മനസ്സിൽ ഒഴിവാക്കാനാണ് ഈ കവിത എഴുതുന്നത്. അതുകൊണ്ട് കവിത ഒരു ലാവ പോലെയാണ്, തിളച്ച് മറിയുന്നതാണ്. ഇത്തരത്തിലുള്ള നിർവചനങ്ങൾ പെട്ടെന്ന് ഓർത്തു പോകുന്നത് ശ്രീ അംബരീഷിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോഴാണ്. അംബരീഷിന് ഈ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, കവിത ചെറുത്ത് നിൽപ്പിനുള്ള ഒരു ഉപാധിയാണ്. ഒരു സമൂഹത്തിലെ നീതികളെ എങ്ങനെ തടയാം, പ്രതിരോധിക്കാം, അതിന് കവിത എത്രമാത്രം പ്രയോജനപ്പെടുത്താം, ഇതാണ് അംബരീഷിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് തോന്നുന്നു. മറ്റൊന്ന് അടിയുറച്ച നിലപാടുകളാണ്. സാധാരണ കവികൾക്ക് നിഷ്പക്ഷരാകാനാണ് താല്പര്യം. പക്ഷേ അംബരീഷ് നിഷ്പക്ഷനല്ല. സച്ചിദാനന്ദൻ ഒരിക്കൽ നിഷ്പക്ഷതയെ നിർവചിച്ചിട്ടുണ്ട്. നിഷ്പക്ഷത കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ്. ഞാനത് പൊതിച്ചു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും നിഷ്പക്ഷനല്ല എന്നുള്ളതാണ്. ഏതാണ്ട് സച്ചിദാനന്ദൻ്റെ ആ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് അംബരീഷും ഈ പുസ്തകത്തിൽ ഒരിക്കലും നിഷ്പക്ഷനാകുന്നില്ല, ഞാൻ തികച്ചും നിസ്വവർഗത്തോടൊപ്പം, ദരിദ്രവർഗത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നതാണ്, പരാജയപ്പെട്ടാലും ജയിച്ചാലും എന്ന് കവിതയുടെ ഫലഭാഗത്തും പറയുന്നുണ്ട്. നമ്മളെല്ലാം ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് എന്നാണ് പറയുന്നത്. അംബരീഷ് പറയുന്നത് എല്ലായിടത്തും ജയിക്കണമെന്നില്ല, ചിലയിടത്തൊക്കെ തോറ്റു കൊടുക്കുന്നതും ജയമാണ് എന്നതാണ്. തോൽക്കാനും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ ഈ സമാഹാരത്തിലെ കവിതകൾ നമുക്ക് വളരെയധികം ഒരു ആവേശം, കവിത വായിക്കുമ്പോൾ സാധാരണ നമുക്കുണ്ടാകുന്നതിനെ കവിഞ്ഞൊരു ഊർജം അംബരീഷിൻ്റെ പുസ്തകം നമുക്ക് പകർന്നു തരുന്നു. ഈ കവിതയുടെ മറ്റൊരു പ്രത്യേകത, അത് അനുഭവങ്ങളുടെ കവിതയാണ്. അനുഭവങ്ങളെ പകർത്തുക എന്നുള്ളതാണ്. നമ്മളെ
സമൂഹത്തിൽ കാണുന്ന അനീതിയുടെയും അക്രമങ്ങളുടെയും അസമത്വത്തിൻ്റെയും ഒക്കെ ക്രൂരമായ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെ കണ്ടുകൊണ്ട് നിഷ്പക്ഷനായി നിശബ്ദനായി ഇരിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളിടത്തു നിന്നാണ് അംബരീഷിൻ്റെ ഈ കവിതകൾ. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ്. അംബരീഷിന് തന്നെ ഇത് കവിതയാണോ എന്ന് സംശയമുണ്ട്. അംബരീഷ് സംശയിക്കേണ്ട, ഇതാണ് കവിത. സാധാരണ കവിതയെന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നത് അതൊക്കെ പലപ്പോഴും കവിതയുമല്ല സാഹിത്യവുമല്ല എന്നുള്ള ഒരർത്ഥത്തിലാണ്. ഇവിടെ അങ്ങനെയല്ല. ഒരു എഴുതിയ അംബരീഷിനൊരു സംശയം അദ്ദേഹത്തിന് തോന്നാം, ഞാൻ എഴുതുന്നത് കഥ. ആ സംശയം നല്ലതാണ്. കൂടുതൽ കവിതകൾ എഴുതാനത് തീർച്ചയായിട്ടും വരും. ഇവിടെ അംബരീഷിൻ്റെ മൊത്തം കവിതകളിലും കാണുന്നത് മനുഷ്യവിമോചനത്തെക്കുറിച്ചാണ്. മനുഷ്യവിമോചനത്തിൻ്റെ വാക്ക്, മനുഷ്യവിമോചനത്തിൻ്റെ അർത്ഥം. കാളിദാസൻ മുതൽ വാഗർത്ഥം എന്നൊരു പ്രയോഗമുണ്ട്. വാക്കും അർത്ഥവും പോലെ സംപൃക്തമാകും. നമ്മുടെ സമൂഹത്തിൽ പിണങ്ങിപ്പോകുന്ന ഒന്നാണ് വാക്കും അതിൻ്റെ അർത്ഥവും. കവി ഉപയോഗിക്കുന്ന വാക്കൊന്നായിരിക്കും, നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതൊരു വിപരീതമായ അർത്ഥത്തിലായിരിക്കും. എന്നാൽ അങ്ങനെയല്ല അംബരീഷിൻ്റെ കവിതകൾ നടത്തുന്നത്. ഇതിൽ അംബരീഷ് നടത്തുന്ന ഒരു പ്രയോഗമുണ്ട്. കാലത്തിനോട് കലാപിച്ചിടണം എന്നാണ്. അങ്ങനെ ഒരു പദം മലയാളത്തിൽ അംബരീഷിൻ്റെ ഡിക്ഷണറിയിലേ ഉള്ളൂ. കലാപിച്ചിടണം, കലാപിക്കുക, കലാപം കൂട്ടുക. ലോകത്തെമ്പാടുമുള്ള കവികൾ, നെരൂദ ഉൾപ്പെടെ, വരൂ കാണൂ ഈ തെരുവിലെ രക്തം എന്ന് പറയുമ്പോൾ അതൊരു കലാപത്തിൻ്റെ സ്വരം അതിനകത്തുണ്ട്. കലാപിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ അനീതിയോട് പൊരുതാൻ ശ്രമിക്കുക. ഇതാണ് അംബരീഷിൻ്റെ കവിതകളുടെ ഒരു പൊതു സ്വഭാവം. മറ്റൊന്ന്, അതിൻ്റെ ഹെഡിങ് പറയുന്നത് പോലെ പ്രകൃതിയെ സമഗ്രമായി കാണുന്നതാണ്. സാധാരണ ഒരു പുസ്തകത്തിന് കൊടുക്കുന്ന ഹെഡിങ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. മലമുഴക്കിയും അതുപോലെ തന്നെ കടൽപ്പക്ഷിയും ഒക്കെ കരയുടെയും സമുദ്രത്തിൻ്റെയും ഒക്കെ സമഗ്രമായ മേഖലകളെ, പ്രകൃതിയെ ആകെ, മനുഷ്യനെ മാത്രമല്ല, മനുഷ്യൻ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അവനാണ്. അതുകൊണ്ട് പ്രകൃതി വളരെ പ്രധാനമാണ്. അംബരീഷ് വൈക്കത്തു നിന്ന് വരുന്നത് കൊണ്ട് വൈക്കത്ത് ജീവിച്ചിരുന്ന ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട്. ഭൂമിയുടെ അവകാശികളെക്കുറിച്ച് ആളുകൾ വായിച്ചിട്ടുണ്ടാവും. ഭൂമിയുടെ അവകാശികൾ മനുഷ്യരാണെന്നാണ് നമ്മുടെ ധാരണ. മനുഷ്യർ മാത്രം ആയിരിക്കണമെന്നാണ് നമ്മുടെ സ്വാർത്ഥതയും. എന്നാൽ ബഷീർ പറയുന്നത് പാമ്പും പഴുതാരയും എല്ലാം ഭൂമിയുടെ അവകാശികളാണ്, അവർക്കും ഇവിടെ ജീവിക്കണം. ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ടാവാം ഈ അംബരീഷിൻ്റെ സമീപനം പ്രകൃതിയെ സമഗ്രമായി കണ്ടുകൊണ്ട് കവിതയിൽ ആവിഷ്കരിക്കുക, പാരിസ്ഥിതികമായി ചിന്തിക്കുക, ബൗദ്ധികമായി അവതരിപ്പിക്കുക. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്ക് അർഹതയുള്ള കവിതയാണ് അംബരീഷിൻ്റെ. ഞാനത് നീട്ടി സംസാരിക്കുന്നില്ല. ബിന്ദു ആ പുസ്തകത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന എഴുത്തുകാർക്കും ഈ പരിപാടിയിൽ വന്നിരിക്കുന്ന സഹൃദയർക്കും എല്ലാം ഒരിക്കൽ കൂടി നന്ദി. സംസാരിക്കുന്നതിനായി ബിന്ദു ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട മുരളി സാർ ഉൾപ്പെടെ വേദിയിലും
ബോബി മാസ്ട്രാഞ്ചലോ എന്ന് പറയുന്ന ഒരു കവി ഒരിക്കലും ഒരു വിദേശ മാധ്യമത്തിൻ്റെ കവർ ഗേളായി വന്നു, ഒരു മാസികയുടെ. അപ്പോൾ ഇവർ കവിത എഴുതുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇവർ കവിത എഴുതുന്നത്? അവർ അങ്ങനെ എഴുതുന്ന ആളുടെ നമ്മുടെ ഒരു സംസ്കാരം വെച്ച് നോക്കിയാൽ കവികളുടെ ഒന്നും ചിത്രം കവർ പേജായി വരാൻ സാധ്യതയില്ല. പക്ഷെ കവർ ഗേൾ എന്ന നിലയിൽ ബോബി മാസ്ട്രാഞ്ചലോ വന്നപ്പോൾ എല്ലാവരും അവരുടെ പ്രത്യേകതകൾ അന്വേഷിച്ചു. അവർ പറഞ്ഞത് അവരുടെ കവിതകൾ മാൻഹോളിൻ്റെ മൂടികൾ തുറന്ന് അതിൻ്റെ ഒരു ചരിത്രമാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. നമ്മളൊക്കെ മാൻഹോളുകൾ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മാൻഹോളിൻ്റെ മൂടികൾ തുറന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ലോഹപ്പണിക്കാരെ, അതുമായി ബന്ധപ്പെട്ട അത് വരുന്നതിനൊക്കെ കവിതയാക്കുമായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത്, ഉരുക്കിൻ്റെ വക്കുകൾക്കരികിൽ ഞാൻ മുട്ടുകുത്തി ഇരുന്നിട്ടുണ്ട് ശരൽക്കാലത്തിൻ്റെ ബിംബങ്ങൾ രേഖപ്പെടുത്താൻ. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവിത. അപ്പോൾ നല്ല കവിക്ക് സംഘടന പാടില്ല, അങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. നല്ല കവിക്ക് സംഘടന പാടില്ല, ഒരു പ്രത്യയശാസ്ത്രം, പ്രത്യേകിച്ച് നിത്സ്വവർഗത്തോട് കലർപ്പില്ലാതെ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം പാടില്ല എന്നൊക്കെയുള്ള അന്ധവിശ്വാസം പുലർത്തുന്ന ആളുകളാണ് ഒരു പക്ഷേ എഴുത്തുകാർക്കിടയിൽ പോലും കൂടുതൽ. അവിടെയാണ് ഞാൻ അംബരീഷിൻ്റെ കവിതകളെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അംബരീഷ് ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നൊരു കാര്യം, മിണ്ടാട്ടം നിലയ്ക്കുന്ന കെട്ടകാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ആയുധമായി തേച്ചുമിനുക്കി ഒരുക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടെയും. ഇതാണ് ഇതിൻ്റെ മാനിഫെസ്റ്റോ. അങ്ങനെ നമുക്ക് പ്രഖ്യാപിക്കാൻ ഒരു യുവകവി മുന്നിട്ടിറങ്ങുന്നു അയാളുടെ ആദ്യ പുസ്തകത്തിലൂടെ. ഈ ഒരൊറ്റ പ്രസ്താവന മതി അയാളുടെ എഴുത്തിൻ്റെയും വായനയുടെയും കൂമ്പടയ്ക്കുവാൻ. അതാണ് വേറൊരു ഇതിൻ്റെ ഒരു മറുവശം. പക്ഷെ അതൊന്നും കണക്കാക്കാതെ തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ബോബി മാസ്ട്രാഞ്ചലോ എങ്ങനെയാണോ മാൻഹോളിൻ്റെ മൂടി തുറന്ന് അതിലൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം കണ്ടെത്തിയത് എന്ന നിലയിൽ അദ്ദേഹം കവിതയിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മലമുഴക്കിയും കടൽപക്ഷിയും പറഞ്ഞ കഥ നമ്മൾ ഈ രണ്ടറ്റം എടുക്കുമ്പോൾ ഇതൊരു ശ്രേണീബദ്ധമായ ഒന്നാകുന്നില്ല. ഇതിനിടയിൽപ്പെടുന്ന അനേകായിരം സൂക്ഷ്മജീവികളെ, സൂക്ഷ്മ മനുഷ്യരെ, സൂക്ഷ്മ വംശങ്ങളെ ഒക്കെ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇതുമായി ബന്ധപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഒരു കവിതയുടെ സ്വഭാവം അറിയാൻ വേണ്ടി മാത്രം ഞാനിതിന് കവിതയെക്കുറിച്ച് എഴുതിയതാണ്. ഞാൻ എഴുതിയതിനും അപ്പുറം ഈ കവിത സഞ്ചരിക്കുന്നു. ഇതിനകത്ത് ആമുഖം എഴുതിയിരിക്കുന്നത് കുരിപ്പുഴ ശ്രീകുമാർ സാറാണ്. അദ്ദേഹം പറയുന്നു, അഭിമാനകരമായ ഒരു കുറ്റകൃത്യം, ഞാൻ പറഞ്ഞതിൻ്റെ അതോടൊപ്പം ആണ് അംബരീഷ് ചെയ്തിരിക്കുന്നത്. അഭിമാനകരമായ ഒരു കുറ്റകൃത്യമാണ് ഇന്ന് എഴുത്തും വായനയും. അറിയാമല്ലോ, സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത് ഏത് തരം സംസ്കാരം ആണ് നിങ്ങൾ പറയുന്നത് എന്ന് എടുത്തു ചോദിക്കുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യ ഭാരതമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വെറും ഭാരതമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയും ഭാരതവും വേണമെന്നാണ് ഭരണഘടനയിൽ പറയുന്നതെങ്കിലും ഇന്ത്യ വെറും ഭാരതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഒരു കവി എഴുതുന്ന കവിത അഭിമാനകരമായ കുറ്റകൃത്യം എന്ന് പറയുന്നിടത്താണ് അംബരീഷ് എന്ന് പറയുന്ന എഴുത്തുകാരനോട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയുണ്ടാകുന്നത്. അംബരീഷ് പറയുന്നു ഒരു കവിതയിൽ, ആ കവിതയുടെ പേര് തന്നെ വല്ലാത്ത സവിശേഷതയാണ്, ഫ്രീഡം, ഡെമോക്രസി, കൾച്ചർ, ഒരു സംവാദം. ഭാഷാപരമായ വ്യത്യാസമൊന്നുമില്ല. മലയാളത്തിൽ ഇംഗ്ലീഷ് എഴുതാവോ, ഇംഗ്ലീഷിൽ മലയാളം എഴുതാവോ, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞു, ആ കാഴ്ചകൾ, ആ ലോകം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബഹുസ്വര സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലാണ് ഇവിടെ നടന്ന സംവാദങ്ങൾ മുഴുവനും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ലോകത്തിൻ്റെ സംവാദം ഏത് രീതിയിലേക്കാണ് സാധ്യമായിക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഈ തലക്കെട്ടിൽ എഴുതുമ്പോൾ അംബരീഷ് പറയുകയാണ്, ഓർണിത്തോളജി ഇനിമേൽ സിലബസിൽ വേണ്ട, അത് തികച്ചും വൈദേശികം. തന്നെ പകരം പക്ഷിശാസ്ത്രം ആഡ് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷനേ വേണ്ട, നമുക്ക് ഖഗപുരാണം മതി. അപ്പോൾ ഭരണം വേണ്ടേ, നേതൃത്വം വേണ്ടേ? തീർച്ചയായും നേതാക്കളല്ല നമുക്ക് വേണ്ടത്, നമുക്ക് രാജാക്കളാണ് വേണ്ടത് എന്ന സമകാലികമായ ഏറ്റവും നമ്മെ പൊള്ളിക്കുന്ന അനുഭവത്തെ, നമ്മളെപ്പോഴും നമ്മുടെ ജനാധിപത്യം കേൾക്കാത്തവരുടെ സ്വരത്തെയും കേൾപ്പിക്കുന്നതാകണം, അതുകൂടിയാകണം ജനാധിപത്യം എന്ന് പറയുമ്പോൾ അംബരീഷിൻ്റെ കവിതകൾ അതിലേക്ക് തന്നെ, ജനാധിപത്യത്തിൻ്റെ തുറസ്സുകളിലേക്ക് തന്നെ നമ്മെ കൂടുതൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ കവിതകളുടെ പൊതു സ്വഭാവത്തിൽ നിങ്ങൾക്ക് പ്രണയത്തിൻ്റെ, നിങ്ങൾക്ക് ഉത്സവങ്ങളുടെ, ആഘോഷങ്ങളുടെ, സന്തോഷങ്ങളുടെ ഒക്കെ വായ്ത്താരികൾ കേൾക്കാൻ കഴിയും. അതും ഒരു പ്രത്യേകതയായി ഈ മലമുഴക്കികളും കടൽപക്ഷിയും പറഞ്ഞാണല്ലോ. അപ്പോൾ അവർക്കിടയിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഭാഷ ചാതുര്യമേറിയ സാംസ്കാരിക ഭാഷയായി മാറുന്നുണ്ട്. വയലോരത്തെ ഉദയക്കാഴ്ചകൾ അവൾക്കെന്നേ നഷ്ടമായി,
കായലോരത്തെ അസ്തമന ചുവപ്പ് അവനും സ്വപ്നമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസ്തമന ചുവപ്പിൽ ഒരു ചെറിയ നൊസ്റ്റാൾജിക് അതും വേണം നമ്മുടെ പുസ്തകത്തിൽ. അങ്ങനെ വിവിധ തരത്തിലുള്ള സാംസ്കാരിക സമന്വയമായി മാറിയിരിക്കുകയാണ് ഏറ്റവും പുതിയ കാലത്തിൻ്റെ എഴുത്തുകാരൻ്റെ പുസ്തകം എന്നുള്ളിടത്ത് നാം നേരത്തെ പറഞ്ഞ ആ ബോബി എന്ന് പറയുന്ന ആ കവർ ഗേളിനെ കൂടെ നമുക്ക് ചേർത്ത് വെക്കേണ്ടി വരും. പുതിയ സിനിമകൾ കാഴ്ചയുടെ പക്ഷത്ത് നിന്ന് ആരുടെ രാഷ്ട്രീയം സംസാരിക്കുന്നു എന്നുള്ളത് വളരെ ഇതാണ്. നമ്മളെല്ലാവരും പറയുന്ന പോലെ പുതിയ തലമുറ ആഘോഷത്തിൻ്റേതാണ്, അവരുടേതായ ലോകം സൃഷ്ടിക്കുന്നു പറയുന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. അവർക്ക് നമ്മൾ നൈറ്റ് ലൈഫ് സാധ്യമാക്കുമ്പോൾ ആദ്യം ഒരു അമ്പരപ്പാണ് അല്ലേ, എന്താണ് ഞങ്ങൾ തുറന്നു തരുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വാതിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ മെല്ലെ 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 ലോകത്തിൻ്റെ വിവിധ കൾച്ചറുകളുടെ ഒരു സമന്വയമായ എന്ന രീതിയിൽ അവരവരുടെ ജീവിതത്തെ മാറ്റി തീർക്കും. ഈ പുസ്തകം നമ്മൾ വായിക്കാതിരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, ഇത് വിരുദ്ധ നഗ്ന സ്വഭാവമുള്ള തുറന്ന കവിതകളാൽ പ്രതിഷേധിക്കുന്ന കവിയെ നിലനിൽക്കുന്ന വിരുദ്ധ വ്യവസ്ഥ ഒരു കുറ്റവാളിയെപ്പോലെയാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ആരാണ് ഡോക്ടർ എം കലബുർഗി കൊല്ലപ്പെട്ടത്. അപ്പോൾ വിരുദ്ധമായ 2000 മുതൽ അതിലുള്ള പെൺകവിതകളെ തടവിലിടുന്ന തരത്തിലുള്ള സംസ്കാരം അന്നേ അനുവർത്തിച്ചു വരുന്നതിനെ ഈ 21ാം നൂറ്റാണ്ടിൽ എപ്രകാരം നമുക്ക് മാറ്റിത്തീർക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അംബരീഷിൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിലുള്ള പലയാവർത്തി കടന്നു പോകാനുള്ള സാധ്യതകൾ ഇത് അവശേഷിപ്പിച്ചിട്ടുണ്ട്, ഇത് ബാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു തുറന്ന വായനയ്ക്ക് നമ്മെ സജ്ജരാക്കുന്നു ഈ പുസ്തകം എന്നുകൂടി അഭിമാനപൂർവ്വം ആഹ്ലാദപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ വേദിയിലെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ, പ്രത്യേകിച്ചും അംബരീഷിനെ പുതിയ പുസ്തകങ്ങൾ എഴുതാനുള്ള വളരെ നല്ല നീക്കങ്ങൾ അംബരീഷിൽ നിന്നുണ്ടാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നന്ദി. സംസാരിക്കുന്നതിനായി ഷാഫി മുഹമ്മദ് റാവുത്തറിനെ ക്ഷണിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വളരെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് മലമുഴക്കിയും കടൽപക്ഷിയും പറഞ്ഞ കഥ എന്നുള്ളത്. അംബരീഷിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേര് കാരണം ഇതിൻ്റെ കവർ പ്രകാശനവും അടക്കമുള്ള ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനായതുകൊണ്ട് ആദ്യമേ ഇതിൻ്റെ കവർ കണ്ടപ്പോൾ കഴിഞ്ഞ വർഷം നവംബർ 1 മുതൽ 3 വരെ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ ഒരു സംസ്ഥാന യുവജന കവിതാ ക്യാമ്പ് തട്ടേക്കാട് വെച്ച് നടന്നിരുന്നു. അതിൻ്റെ 3ാമത്തെ ദിവസം നവംബർ 3-ാം തീയതി രാത്രിയിലാണ് ഞാൻ ഈ മലമുഴക്കിയെ ആദ്യമായിട്ട് കാണുന്നത്, അഡ്വക്കേറ്റ് അംബരീഷിനെ. ശരിക്കും സാമൂഹ്യ ബോധമുള്ള മുന്നേറ്റ സ്വഭാവമുള്ള ചാട്ടുളി കവിതകൾ വേദിയിൽ കൃത്യമായി കുന്തമുന പോലെ നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കൊള്ളുന്ന തരത്തിൽ അവതരിപ്പിക്കുന്ന അതിൽ അഗ്രഗണ്യനാണ് അംബരീഷ്. ചോരതുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാതെ നമ്മൾ കയ്യിലേക്ക് ഒരു പന്തം വന്ന ഒരു പ്രതീതിയാണ് അംബരീഷിൻ്റെ. അതേ എഴുത്ത് രീതിയാണ് ഈ പുസ്തകത്തിൽ മുഴുവനും നമുക്ക് കാണുവാൻ കഴിയുന്നത്. കവിതകൾ അതിൻ്റെ ഭാവം ഒട്ടും ചോരാതെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ചൊരിയുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ടിപ്പറൊക്കെ കൊണ്ടുവന്നിട്ട് ഈ മണ്ണും ലോഡും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ മറിക്കുന്നത് എന്ന് പറയുന്നത് പോലെ കൃത്യമായി അത് കൊണ്ടുവന്ന് മറിക്കുകയാണ് നമ്മുടെ മനസ്സിലേക്ക്. പുരോഗമന ആശയങ്ങളെ, യുക്തി ചിന്തകളെ, സാമൂഹ്യ ബോധത്തിൽ ഊന്നിയ നവ ആദർശങ്ങളെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ചൊരിയുന്ന കവിതകൾ. ഇത് കൂടുതൽ കവിതകളും ഞാൻ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പേ സമൂഹ മാധ്യമത്തിൽ കൂടിയൊക്കെ വായിച്ചതാണ്. ഞങ്ങളെല്ലാം ഒരു കവിത എഴുതിയാൽ ഉടനെ തന്നെ ഫേസ്ബുക്കിലുമൊക്കെ ഇട്ട് ഞങ്ങളതിൻ്റെ വിലയിരുത്തൽ കൃത്യമാക്കാറുണ്ട്. കാരണം അതിലേക്ക് ഇടുമ്പോഴാണ് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാകുക, അഭിപ്രായ രൂപീകരണം സാധ്യമാകുക. ഇപ്പോൾ ഈ ഒരു പുസ്തകം വായിച്ചിട്ട് ആളുകൾക്ക് അഭിപ്രായപ്പെടാനുള്ള വേദികൾ വളരെ കുറവാണ്. അപ്പോൾ അതിനൊരു പുസ്തക ചർച്ചയോ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ വെക്കണം. പക്ഷേ ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് കൃത്യമായ റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഓരോ കവിത എഴുതുമ്പോൾ, ഓരോ വരി എഴുതുമ്പോൾ, ഓരോ വാക്ക് എഴുതുമ്പോൾ അത്
ഫേസ്ബുക്കിൽ നിന്നും കോപ്പി ചെയ്ത് മറ്റുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി ആഘോഷിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പുത്തൻ സൈബർ കാലഘട്ടത്തിൻ്റെ ശക്തനായ ഒരു പ്രതിനിധി കൂടിയാണ് അഡ്വക്കേറ്റ് അംബരീഷ്. അംബരീഷ് സ്വന്തം കവിതകൾ മാത്രമല്ല ചെയ്യുന്നത്. അംബരീഷിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമുക്ക് മനസ്സിലാകണമെങ്കിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന തനിക്ക് നേരറിവ് ഉണ്ടെന്ന് തോന്നുന്ന പ്രൊമോട്ട് ചെയ്യണം എന്ന് തോന്നുന്ന കവിതകളെയൊക്കെ കുന്നിമണിച്ചപ്പ് എന്നൊരു സ്ഥിരം പങ്ക്തി ഫേസ്ബുക്കിലൂടെ കൈകാര്യം ചെയ്തിട്ട് കൂടെ നിൽക്കുന്നവരെയൊക്കെ കൈപിടിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു വലിയ ജനാധിപത്യ മഹിമയുടെ ഒരു ഉദാഹരണമായിട്ട് അംബരീഷ് വർത്തിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ നമുക്ക് അംബരീഷിനെ അനുഭവിപ്പിക്കുന്ന ഒരിടമാണ് അംബരീഷിൻ്റെ ഫേസ്ബുക്ക് പേജ്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ മലമുഴക്കിയുടെ അംബരീഷിൻ്റെ അഹം എന്നൊരു കവിത എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്താണ് അംബരീഷ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ കവിത. അത് ഞാൻ ചൊല്ലി എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ആരാണു ഞാനെന്ന ചോദിച്ചു ഞാൻ അലഞ്ഞിടവേ എന്നെ അന്തരംഗത്തിൽ ആരോ പുലമ്പി ഞാൻ കേട്ടതെന്നാത്മാവ് തന്നെയാണോ എനിക്കറിയില്ല. സ്വപ്നവുമല്ല ആത്മാവുമല്ല എൻ്റെ തോളിലെ വേതാളം എന്നുത്തരമോതി എന്നോടവൻ മൊഴിഞ്ഞിങ്ങനെ ചൊല്ലു നീ നിന്നെക്കുറിച്ചുള്ളൊരാത്മാവലോകനം. എൻ്റെ ജാതി മനുഷ്യനാണ്, എൻ്റെ മതമോ സ്നേഹവും, എൻ്റെ ദൈവം പ്രപഞ്ചമാണ്, എൻ്റെ നിയമം പ്രകൃതിയും, എൻ്റെ ദേശം ഈ ലോകം, എൻ്റെ ഭാഷയോ കവിത, എൻ്റെ പ്രണയിനി സംഗീതം, എൻ്റെ ഗുരുവോ അനുഭവങ്ങൾ. എൻ്റെ സ്വപ്നം സമത്വം, എൻ്റെ മാർഗം സഖാത്വം, എൻ്റെ ലക്ഷ്യം വിപ്ലവമാണ്, എൻ്റെ സമരം അന്തിമവും. എൻ്റെ ഇന്ധനം ചിന്തയാണ്, എൻ്റെ ആയുധം അക്ഷരവും, എൻ്റെ ആദർശം മാനവികത, എൻ്റെ ആവേശം രക്തസാക്ഷികൾ. എൻ്റെ ശൈലി ധിക്കാരം, എൻ്റെ ശക്തി അഹംബോധം, എൻ്റെ ജീവൻ ക്ഷണികമാണ്, എൻ്റെ ഊർജം അനന്തവും. എന്നിലെ എന്നെ ഞാൻ തൊട്ടറിഞ്ഞിടവേ എന്നെ ബന്ധിച്ചോരുൾഭയ വേതാളം. ഉടൽ രൂപമാണ്ടൊരാ ലൗകിക വൃക്ഷത്തിൽ ഓടിക്കയറി കിടന്നു പുലമ്പിനാൻ. ആരാണ് നീയെന്നറിയുന്നതിന് മുമ്പേ എന്തിനു വേണ്ടി നീ എന്നു ചിന്തിക്കിനി. നാദവും നീയും അനാദിയാണ്, നിൻ്റെ ഈ ജന്മവും സഫലമാണ്. ഏറെ പ്രിയപ്പെട്ട അംബരീഷിൻ്റെ മലമുഴക്കിയും കടൽപക്ഷിയും പറഞ്ഞ കഥ ഏറെ വായിക്കപ്പെടട്ടെ, ഏറെ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. സന്തോഷം, സ്നേഹം. VN വാസവൻ സാർ എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എഴുത്തുകാരിലേക്ക് അവരുടെ സംസാരത്തിലേക്ക് കടക്കുകയാണ്. ജീവിതം ഭൂമിയിൽ എഴുതുന്ന കഥകൾ എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് ശ്രീ റസാഖ് വഴിയോരം അദ്ദേഹത്തെ സംസാരിക്കുവാനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ ദിവസം ഈ സമയത്ത് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്, അദൃശ്യമായതോ ഒരു ശക്തിയുടെ ഒരു പ്രേരണ കൊണ്ട് ഇവിടെ എത്തിയതാണെന്നുള്ളതാണ് വാസ്തവം. വരാൻ വേണ്ടി നേരത്തെ തയ്യാറെടുത്തിരുന്നെങ്കിലും അതിനിടയിൽ ചെറിയൊരു 1-2 പ്രശ്നങ്ങളുണ്ടായിട്ട് അങ്ങനെ വരാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് പരിപാടി തുടങ്ങിയ ശേഷം ഓടി കയറിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിഭ്രമം, പെട്ടെന്ന് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടുള്ള ഒരു പരിഭ്രമം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഈ കഥയെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഓരോ ലക്കങ്ങളായി ഇങ്ങനെ പ്രസിദ്ധീകരിച്ച് വന്നിരുന്ന കഥകളുടെ സമാഹാരമാണ് ഈ ജീവിതം ഭൂമിയിൽ എഴുതിയ കഥകൾ എന്ന പുസ്തകം. എൻ്റെ 2ാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം അത്താഴം വിളമ്പിത്തുന്ന നക്ഷത്രങ്ങൾ എന്നൊരു പുസ്തകമായിരുന്നു. ഞാനൊരു അനാഥശാലയിലായിരുന്നു പഠിച്ചതും വളർന്നതൊക്കെ. കോഴിക്കോട്ടുള്ള JDT എന്ന് പറയുന്നൊരു അനാഥാലയത്തിൽ. അപ്പോൾ 1979-80 കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥയും സാമ്പത്തിക അവസ്ഥയും ഒക്കെ പലർക്കും പഴയ ആളുകൾക്ക് അറിയാവുന്നതാണ്. ആ കാലഘട്ടത്തിൽ
ഒരു കുട്ടി ഒരു കുഞ്ഞു മനസ്സുമായി ഒരു അനാഥാലയത്തിൽ എത്തിപ്പെടുന്ന അവസ്ഥയും ആ കുട്ടിയുടെ മാനസിക വ്യഥകളൊക്കെയാണ് ആ ചിത്രത്തിൽ, ആ പുസ്തകത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് കോഴിക്കോട് വെച്ച് ആയിരുന്നു അതിൻ്റെ പ്രകാശനം. രണ്ടാമത്തെ പുസ്തകമാണ് ഹരിതം ബുക്സ് പ്രസിദ്ധീകരിച്ച ജീവിതം ഭൂമിയിൽ എഴുതിയ കഥകൾ. പലരും ഫേസ്ബുക്കിലൂടെ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫേസ്ബുക്കിൽ ഞാൻ എഴുതി തുടങ്ങിയപ്പം പലരും അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ എനിക്ക് പ്രചോദനമായത്. ഹരിതം ബുക്സിൻ്റെ പ്രതാപൻ സാറൊക്കെ അതിന് വളരെയധികം എന്നെ പ്രേരിപ്പിച്ചു. നല്ല പ്രോത്സാഹനം തന്നുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് പൂർത്തിയാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഏതായാലും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനുള്ള വലിയൊരു ഭാഗ്യം, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇങ്ങനെ വന്നു നിന്ന് നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചതിന് ദൈവത്തിനെ സ്തുതിക്കുന്നു. എൻ്റെ സന്തോഷം നിങ്ങളുമായി ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. വിളിക്കുമ്പോഴെല്ലാം എനിക്ക് സുഖമില്ല, ഞാൻ വരാൻ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞ ആളാണ്. ഓടി വന്നതിൽ സന്തോഷം. സംസാരിക്കുന്നതിനായി ഓർമ്മ മഴ പൊള്ളുന്ന ചില്ലകൾ എന്ന കവിതാ സമാഹാരം എഴുതിയ ഷിമോദ് ഇരുളത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന ബഹുമാന്യരെ, ഞാൻ ഷിമോദ് ഇരുള, ബത്തേരി ഗവൺമെൻറ് സർവജന VHSലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. എഴുതാൻ ആഗ്രഹം തോന്നിയ കാലം മുതൽ തന്നെ സോഷ്യൽ മീഡിയകൾ ധാരാളം എഴുതാറും സോഷ്യൽ മീഡിയയിൽ ആളുകൾ വായിക്കാറുമൊക്കെയുണ്ട്. അങ്ങനെ 2019 വർഷം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന ആഗ്രഹവുമായി ഹരിതം ബുക്സിനെ സമീപിക്കുകയും അങ്ങനെ ആദ്യത്തെ ബുക്ക് 2020 നവംബറിൽ പബ്ലിഷ് ചെയ്ത ഹൃദയത്തിൽ തറച്ച ചോദ്യം എന്ന കവിതാ സമാഹാരമായിരുന്നു. വീണ്ടും അടുത്തൊരു കവിതാ സമാഹാരം വരികയാണ്, ഓർമ്മ മഴ പൊള്ളുന്ന ചില്ലകൾ. വിപ്ലവവും സമത്വവും സോഷ്യലിസവും അങ്ങനെ നമ്മൾ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് ആശയങ്ങളും ചുരം കയറി വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള വയനാട്ടിൽ നിന്നാണ് ഈ കവിതയുമായി ഞാൻ വരുന്നത്. ഇത് എൻ്റെ ജീവിതാനുഭവങ്ങളും ഭാവനകളും ഒക്കെ ചേർത്ത 47ഓളം കവിതകളുടെ സമാഹാരമാണ്. കവിതയിലേക്ക് പ്രചോദനമാകാൻ ഒരുപാട് വായനകളായിരുന്നു പ്രധാന കാരണങ്ങൾ. അതിൽ എടുത്തു പറയേണ്ടത് ശ്രീ പവിത്രൻ തീക്കുനിയാണ്. ഒരു 10-20 വർഷമായി പവിത്രൻ തീക്കുനിയുമായുള്ള സൗഹൃദങ്ങളും പലപ്പോഴും എന്തെങ്കിലും ഒരു കവിത സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു പ്രോത്സാഹനവും ഒക്കെ എഴുത്ത് വഴികൾ വലിയ ഊർജവും വെളിച്ചവും ഒക്കെ ആയിരുന്നു. ആദ്യത്തെ കവിതയുടെ അതിമനോഹരമായ ഒരു അവതാരിക ശ്രീ പവിത്രൻ തീക്കുനി തന്നെയാണ് എഴുതിയിരുന്നത്. ഈ കവിതയുടെ, അതായത് ഈ സമാഹാരത്തിൻ്റെ ഓർമ്മ മഴ പൊള്ളുന്ന ചില്ലകളുടെ അവതാരിക കവിയും രാഷ്ട്രീയ നിരീക്ഷകനുമൊക്കെയായ ശ്രീ KC ഉമേഷ് ബാബു ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കോഴിക്കോട് ആകാശവാണിയുടെ അനിൽ ചന്ദ്രൻ അദ്ദേഹം എഴുതിയ ഒരു ആസ്വാദനക്കുറിപ്പ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 47 കവിതകളുള്ള ഒരു സമാഹാരമാണ്. ഒരുപാട് നിങ്ങളോട് സംസാരിക്കാനില്ല. ഇതിൽ 1-2 കവിതകൾ ഞാനിവിടെ അവതരിപ്പിക്കാം. ഒരു പുസ്തക പരിചയം ഇതിൻ്റെ ഭാഗമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കവിത, കടം. പൂവിൻ്റെ ആഴങ്ങളിൽ നിന്നും അറിവിൻ്റെ സുഷിരങ്ങളിലൂടെ പ്രപഞ്ചജ്ഞാനമറിഞ്ഞ പൂമ്പാറ്റ ആയുസിൻ്റെ പുസ്തകത്തിൽ ഏടുകൾ തിങ്ങിയ ആമയോട് കടമായി ചില ദിനങ്ങൾ ചോദിച്ചു. എതിരാളികളുടെ ഉറക്കത്തെ ധ്യാനത്തിൻ്റെ ഇഴച്ചിൽ കൊണ്ട് മുറിച്ച് കടലിൻ്റെ അറ്റമില്ലാത്ത ആഴങ്ങളിലും കരയുടെ അനന്തമായ ചുളിവുകളിലും തുഴഞ്ഞ് ഒരു പൂമ്പാറ്റയിലേക്ക് പരകായം ശ്രമിക്കുകയാണെന്ന് ആമ. പുഴുവിൻ്റെ പുളപ്പിൽ നിന്നും പ്യൂപ്പയുടെ സുഷുപ്തിയിലേക്കും പൂമ്പാറ്റയിലേക്കും ബോധോദയം തേടി എത്ര സമ്പൂർണമായ ജീവിതമാണ് ദിനങ്ങൾക്കുള്ളിൽ വർണ്ണച്ചിറക് വിരിച്ചു തീർക്കുന്നത്. എണ്ണമറ്റ പകലിരുകൾ കടഞ്ഞ് പൂമ്പാറ്റയിലേക്ക് പറക്കുമ്പോൾ കാലത്തിൻ്റെ കാഠിന്യമൂറിയ തോടിലേക്ക് തേൻ കൊതിക്കാത്ത ഒരു പുഴു ജനിക്കാതിരിക്കില്ല.
കടം എന്ന കവിതയായിരുന്നു അത്. ഇതിലെ മറ്റൊരു കവിതയായ ഉത്തരം. ഏറ്റവും വലിയ സമുദ്രവും ഏറ്റവും വലിയ ഭൂഖണ്ഡവും ഏറ്റവും നീളം കൂടിയ നദിയും ഏറ്റവും സമ്പന്നമായ രാജ്യവും. 9ാം ക്ലാസ്സിലെ 1ാം ബെഞ്ചിലിരുന്ന എല്ലാ ഉത്തരങ്ങളും തെറ്റുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും ഘനപ്പെട്ട, ഏറ്റവും താലോലിച്ച ഒരേ ഒരു ഉത്തരമുണ്ടായിരുന്നു. പരുക്കൻ കുപ്പിച്ചില്ലായി കൂർത്തു നിൽക്കുന്ന ഭിത്തിയിലൂടെ ചോര ഒലിപ്പിച്ച നെഞ്ചിൽ നിന്നും ഏറെ പണിപ്പെട്ടാണ് എൻ്റെ പേരിനൊപ്പം ഉത്തരത്തിലേക്ക് ആ ഉത്തരം കുറിച്ചത്. എല്ലാ ഉത്തരങ്ങളും പറയുന്നവരുടെ മിടുക്കിലേക്ക് മാത്രം നീണ്ടുപോകുന്ന കണ്ണുകളെ നോക്കി കരഞ്ഞു പോയിട്ടുണ്ടുള്ളിൽ. ഉത്തരങ്ങളുടെ കാലം കഴിഞ്ഞ് ചോദ്യങ്ങളുടെ കാലം പിറന്നെങ്കിലും ഏറെ പൂതലിച്ച പഴയ ഉത്തരത്തിൽ ഇപ്പോഴും ബാക്കിയാണ് ഞാൻ ഏറെ മനഃപ്പാടമാക്കിയ കാലം തെറ്റിച്ച എൻ്റെ ആ ഉത്തരം. ഒരു കവിത കൂടെ വായിച്ച് ഞാൻ ഇതിൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. കാബൂളിലെ പെൺകുട്ടി. അമ്മയുടെ പിടിവിട്ട് വെടിച്ചില്ലുകൾ 4 പാടും ചിതറിത്തെറിക്കുന്ന ഇടവഴികളെ മുറിച്ച് മതപാഠശാല കഴിഞ്ഞ് സ്കൂളിലേക്ക് നടക്കുമ്പോൾ തിണർത്തു നിൽപ്പുണ്ട് 4ാം അധ്യായത്തിലെ 34ാം വാക്യം. കറുത്ത കുപ്പായത്തിൻ്റെ ഞൊറികൾ രാജ്യം പോലെ പിന്നിക്കേറി ദരിദ്രമായി തുടങ്ങിയവ വിഷപ്പുക മൂടിയ ആകാശത്തിലേക്ക് അക്ഷരങ്ങളിലൂടെ വെളിച്ചം തിരഞ്ഞിറങ്ങുമ്പോൾ നിഴലുകൾ പോലെ ചില മന്ദസ്മിതങ്ങൾ, പുലർക്കാല കാർക്കശ്യങ്ങളുടെ ഉറക്കച്ചടവുകൾ, കേട്ടറിവുകൾ പോലുമില്ലാത്ത ചില നക്ഷത്രങ്ങൾ തസ്ലീമയും മലാലയും അയാനും നുജൂദുമൊക്കെയായി ഏതേതോ ഭൂഖണ്ഡങ്ങളിൽ വെളിച്ചവും വിപ്ലവവും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ മധ്യപ്പുഴയും ഹൂറിമാരെയും വാഗ്ദാനം ചെയ്ത സ്വർഗസമരങ്ങളിൽ ഏടുകൾ കത്തിപ്പോയ പുസ്തകങ്ങൾക്കൊപ്പം പരേതയായി പങ്കുചേർക്കുമ്പോൾ ഈ വട്ടം 60-1 എത്രയോ പൊലിഞ്ഞു തീരുന്ന എണ്ണമറ്റതിൽ ഏറ്റവും പുതിയതുമായി വിദ്യാലയങ്ങളിൽ വെറുങ്ങലിച്ചു തീരുന്നു കാബൂളിലെ ഈ പെൺകുട്ടി. താങ്ക് യു വെരി മച്ച്. കപടലോകത്തിലാത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ്റെ വിജയം. കരുതലായി നെഞ്ചിലെന്നുമുണ്ടായിടും കവിത കരുണ കലാപങ്ങളഗ്നിയായി. ഇത് മലമുഴക്കിയും കടൽപക്ഷിയും പറഞ്ഞ കഥ എന്ന പുസ്തകത്തിലെ തോറ്റ കുട്ടിയുടെ ഫുൾ A+ എന്ന കവിതയാണ് അഡ്വക്കേറ്റ് അംബരീഷ് എഴുതിയത്. ഒരു വരി അദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലിയില്ലെങ്കിൽ മോശമായി പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ കവിത ചൊല്ലിയത്. നമുക്ക് വസവൻ സാർ എത്തില്ല എന്ന് കരുതുന്നു, അദ്ദേഹത്തിന് മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രകാശന ചടങ്ങുകൾ, നമ്മുടെ സമയം അതിക്രമിച്ചു, അപ്പോൾ നമുക്ക് പ്രകാശന ചടങ്ങിലേക്ക് കിടക്കാം. മലമുഴക്കിയും കടൽപക്ഷിയും പറഞ്ഞ കഥ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ആദ്യം. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് VN മുരളി സാറിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് VS ബിന്ദു ടീച്ചറിനെ ക്ഷണിക്കുന്നു. പൊള്ളുന്ന ചില്ലകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ശ്രീ ഷിമോദ് ഇരുളം എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി VN മുരളി സാറിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി ബിന്ദു ടീച്ചറിനെ ക്ഷണിക്കുന്നു. കഥകൾ എന്ന റസാഖ് വഴിയോരത്തിൻ്റെ പുസ്തകം കഥാസമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങാണ്. അതിലേക്ക് പുസ്തകം സ്വീകരിക്കുന്നതിന് ബിന്ദു ടീച്ചറിനെയും പ്രകാശനം ചെയ്യുന്നതിന് മുരളി സാറിനെയും ക്ഷണിക്കുന്നു.
താങ്ക് യു ഓൾ. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഹരിതം ബുക്സിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് കോംപ്ലക്സുകളുള്ളൊരു മനുഷ്യനാണ് അഡ്വക്കേറ്റ് അംബരീഷ്. ഈ കവിതാ സമാഹാരം ഇറക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത ഒരു ആയുസിൻ്റെ വർഷം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു ആയുസ് അങ്ങനെയൊക്കെ പറയാം. എത്ര പറഞ്ഞാലും കവിത ശരിയാകുന്നില്ലെന്നാണ് ആൾ പറയുക. ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. വ്യക്തിപരമായി വളരെയേറെ സന്തോഷമുള്ളൊരു നിമിഷമാണ് പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റുന്നു, അതിന് വേദിയിലുണ്ടാകാൻ പറ്റുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ മമ്മിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മോനുണ്ട്, വൈഫുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യം ഒരുപാട് ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമാണ്. ഞങ്ങളുടെയൊക്കെ ഉന്തലും തള്ളലും എന്നൊക്കെ പറയാം. അങ്ങനെ ഇങ്ങനെ തള്ളി ഉന്തിയാണ് ഇത് ഇവിടെ ഇങ്ങനെ ഒരു പ്രിൻ്റഡ് ഫോമിൽ എത്തിയിരിക്കുന്നത്. പ്രതിഷേധിക്കുവാൻ വ്യക്തമായിട്ട് തന്നെ അറിയാവുന്ന ആളാണ്. ഇനിയും ആ പ്രതിഷേധം കവിതകളായും വാക്കുകളായും ഒക്കെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ പുസ്തകത്തിൻ്റെ പേരിനെ കുറിച്ച് എപ്പോഴും നമ്മൾ സംസാരിച്ചവരെല്ലാവരും തന്നെ പറഞ്ഞു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പേരാണ്. പക്ഷെ കവിതകൾ അത്ര സോഫ്റ്റ് അല്ല. ആ കവിതകൾ നിർബന്ധമായിട്ടും വായിക്കണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഈ കവിതകൾ മുഴുവൻ 2ൽ കൂടുതൽ തവണ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത്രയേറെ മനസ്സിനെ ഞെരുക്കുന്ന തരത്തിലുള്ള ഒരുപാട് പത്രവാർത്തകൾ ഉൾപ്പെടെ മെൻഷൻ ചെയ്ത് അതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് നെഞ്ചു പിടയ്ക്കുന്ന പല കാര്യങ്ങളും കവിതയായിട്ട് ഈ പുസ്തകത്തിലുണ്ട്. ഈ നിമിഷത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി. വേദിയിലെയും സദസ്സിലെയും എല്ലാവർക്കും നന്ദി. അഡ്വക്കേറ്റ് അംബരീഷ് സംസാരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് മറുമൊഴിക്കായി ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്ക് പിരിയാം. ഏറെ പ്രിയമുള്ള സഹോദരരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെ പരിമിതമായ സമയമാണ് എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ചുരുങ്ങിയ വാചകങ്ങളിൽ മറുമൊഴി രേഖപ്പെടുത്തുകയാണ്. ഏറെ അഭിമാനിക്കുന്ന ദിനം എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകം എന്ന രീതിയിലല്ല, മറിച്ച് കേരളീയൻ എന്ന രീതിയിൽ ഏറ്റവും അഭിമാനിക്കേണ്ട ഒരു ദിനത്തിലാണ്, ഒരു കാലത്താണ് എനിക്ക് ഈ ഒരു ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ, ആ വേദിയുടെ വലിപ്പമല്ല മറിച്ച് ലോകത്തിനാകെ മാതൃകയായി നമ്മളൊന്ന്, മനുഷ്യരൊന്ന് എന്ന ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് എൻ്റെ നാട്, നമ്മുടെ നാട് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ദേശത്ത്, ഈ ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എന്നതാണ് ഞാനൊരു അഭിമാനമായിട്ട് എടുക്കുന്നത്. അത്തരത്തിൽ ഒരു ഒറ്റയിൽ നിന്നും പറ്റമായി വളരേണ്ട ഒരു കാലം, ആ ഒരു കാലത്ത് എന്തൊക്കെയോ എൻ്റെ ചില തോന്നലുകൾ ഞാൻ എഴുതി. ഇവിടെ മുരളി സാറ്, ഏറ്റവും ആരാധ്യനായ എൻ്റെ ഗുരുസ്ഥാനിയൻ മുരളി സാർ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ എൻ്റെ കുറിപ്പുകളെ, അത് പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ്, ചില സംശയങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ തന്നെ കുറിപ്പുകളായി വിടുമ്പോൾ അതൊരിക്കലും ഒരു കവിതയാണ്, കഥയാണ് എന്ന രൂപത്തിലേക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. കേവലം സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ആ എഴുത്തുകളെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പലരും കവിതകളെന്ന് ചൊല്ലി വിളിച്ച് ആത്മവിശ്വാസം പകർന്നതും അതൊരു പുസ്തക രൂപത്തിലേക്ക് ആക്കാൻ നിർബന്ധിച്ചതും. പലപ്പോഴും അത്തരം അനുഭവം ഉണ്ടായെങ്കിലും ഈ കഴിഞ്ഞ ജൂലൈ 1 എൻ്റെ ജന്മദിനമാണ്. ആ ജൂലൈ 1 ഒരു തീരുമാനമെടുത്ത് 4 മാസങ്ങൾ കൊണ്ട് നവംബർ 1-ാം തീയതി ഒരു പുസ്തക രൂപത്തിലായിരിക്കുന്നു. പക്ഷേ ആ ഒരു പുസ്തകം എല്ലാവരും വായിക്കുമെന്നോ അതൊരു ഏറ്റവും മഹത്തായ കവിതകളൊന്നും ഒന്നും തന്നെ അവകാശവാദങ്ങളില്ല. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളുണ്ട്, അത് ചിലപ്പോൾ അതിലെ അറിവുകളും അറിവുകേടുകളും അപക്വമായ ചിന്തകളും ഒക്കെ ചേർന്നുകൊണ്ടതിനെ കൂടുതൽ ചർച്ച ചെയ്ത് പരിഷ്കരിച്ച് തിരുത്തി വിമർശിച്ച് കൊണ്ടുവരണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ ഇതിൻ്റെ ഒരു ഭാഗമാകുക മാത്രമല്ല, ജനാധിപത്യവൽക്കരണം, എഴുത്തിൻ്റെ ഒരു ജനാധിപത്യവൽക്കരണം, ആശയ ആവിഷ്കാരത്തിൻ്റെ ഏതൊരു സാധ്യതയും നമ്മളെല്ലാവരും തേച്ചുമിനുക്കി ആയുധമാക്കി സജ്ജരാകേണ്ട ഒരു കാലത്ത് എഴുത്തിൻ്റെ വഴിയിലേക്ക് കൂടുതൽ ആളുകൾ വരിക എന്നൊരു സംസ്കാരം. അപ്പോൾ അതിൽ നല്ലതോ ചീത്തയോ എഴുത്തുകൾ എന്നുള്ളതല്ല, പണ്ഡിതരോ പാമരരോ എന്നുള്ളതല്ല, എഴുത്തിൻ്റെ വഴിയിലേക്ക്, കവിതയിലേക്ക് മനുഷ്യർ വന്നാൽ തീർച്ചയായും ഒരു സമൂഹം ഉയർന്ന ഒരു ബൗദ്ധിക നിലവാരത്തിലേക്ക് വരും എന്നുള്ള വിശ്വാസത്തിൽ എൻ്റേതായ ഒരു ചെറിയ പങ്ക് ചെയ്യുക എന്നത് മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ജനാധിപത്യത്തിൻ്റെ എഴുത്ത്, ജനാധിപത്യം എന്നത് പുലർന്നാൽ മാത്രമേ എല്ലാം സാധ്യമാവൂ. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ ഏറ്റവും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലത്ത് വലിയ ശബ്ദങ്ങൾക്കിടയിൽ ഒരു ചെറിയ ശബ്ദമായി ഞാനും ചേരുന്നു എന്നത് മാത്രം. ചങ്ങമ്പുഴയും ആശാനെയും ഒക്കെ ചൊല്ലിത്തന്ന് കവിതയുടെ പാത കാണിച്ച എൻ്റെ പ്രിയപ്പെട്ട പപ്പയ്ക്കാണ് 6 മാസങ്ങൾക്ക് മുൻപ് വിട്ടുപിരിഞ്ഞ പപ്പയ്ക്ക് സമർപ്പിക്കുന്നു. അതുപോലെ ഓരോ പരാജയങ്ങളിലും ഓരോ മൃതികളിലും എന്നെ അനുദിനം
അനുദിനം പുനർജനിപ്പിച്ച് ജനിപ്പിച്ച് ജയിപ്പിച്ച് പുതുക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മമ്മിക്കും ഇവർക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് പ്രചോദനമായ കനൽപക്ഷികളായ കവിത്വങ്ങൾക്ക് എഴുതുവാൻ പ്രേരിപ്പിച്ച, വായിക്കുവാൻ പ്രേരിപ്പിച്ച കനൽപക്ഷികളായ പുതിയതും പഴയതുമായ കവിത്വങ്ങൾ, സാറ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായ പുതിയതും പഴയതുമായ കവിത്വങ്ങൾ, അവരുടെ സ്വാധീനവും അതുപോലെ അതിൻ്റെ മാറ്റൊലി ശബ്ദങ്ങളും ഒക്കെ തന്നെ എൻ്റെ കവിതയിൽ കാണാൻ കഴിയുന്നതാണ്. അതൊന്നും ഒരു കുറവായി കഴിയുന്നില്ല. ഞാൻ അതിൻ്റെയൊക്കെ ഒരു മാറ്റൊലി പേറുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അഭിമാനം കൊള്ളുക മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പാടുന്നത് മറ്റു കവികളുടെ കവിതകൾ തന്നെയാണ്. കൂടുതലായ സംസാരത്തിന് ഇവിടെ സമയമില്ല എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എൻ്റെ കവിതകൾ ഞാൻ ഇതുവരെ ചൊല്ലിയിട്ടില്ല. കൂടുതലും ചൊല്ലുന്നത് മറ്റുള്ള കവിതകളാണ്. അതിൽ എനിക്ക് പ്രിയപ്പെട്ട വയലാറിൻ്റെ ഒരു കവിത മാത്രം ചില വരികൾ ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ സദസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. അഭിമാന രോമാഞ്ചമണിയുന്നു നിങ്ങൾക്കെൻ അഭിവാദനങ്ങൾ ഞാൻ നൽകിടുമ്പോൾ. അഭിമാന രോമാഞ്ചമണിയുന്നു നിങ്ങൾക്കെൻ അഭിവാദനങ്ങൾ ഞാൻ നൽകിടുമ്പോൾ. നവയുഗ സംസ്കാര ജയശംഖമൂതുന്ന കവികളെ, സാഹിത്യനായകരെ, പതറാത്ത തളരാത്ത കൈകളാൽ നാടിന്നു പുതിയൊരു ജീവിതം നെയ്തെടുക്കാൻ നിമിഷങ്ങളെ കൊണ്ടു പാവിടും സംസ്കാര സമരസന്നദ്ധരെ, നാട്ടുകാരെ, അഭിമാന രോമാഞ്ചമണിയുന്നു വീണ്ടുമെൻ അഭിവാദനങ്ങൾ ഞാൻ നൽകിടുമ്പോൾ. ഒരു പരിവർത്തനയാമത്തിൽ പദമൂന്നി പരിതസ്ഥിതികളോടേറ്റുമുട്ടി. ഒരു പരിവർത്തനയാമത്തിൽ പദമൂന്നി പരിതസ്ഥിതികളോടേറ്റുമുട്ടി. നിവരുമീ ലോകത്തിൻ കരളിൻ്റെ ചുണ്ടിൽ നിന്നുയരുന്ന ഗാനമാണെൻ്റെ ഗാനം. ഉയരുന്ന ഗാനമാണെൻ്റെ ഗാനം. അഭിമാന രോമാഞ്ചമണിയുന്നു വീണ്ടുമെൻ അഭിവാദനങ്ങൾ ഞാൻ നൽകിടുമ്പോൾ. നന്ദി. ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.